നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെ സമയം ചെലവഴിക്കാൻ പറ്റിയൊരു അവസരമാണിത്. പാർവതി കാണണം. അവളെ വിളിക്കാം. അല്ലെങ്കിൽ വേണ്ട, പ്രിയനെ വിളിച്ച് പാർവതി എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് സർപ്രൈസ് ചെയ്യാം. ഹലോ പ്രിയൻ, ഞാൻ ദർശനയാ. ചേട്ടൻ പുറത്തു പോവാൻ റെഡിയാവോ? ഞാൻ ചേട്ടനോട് വിളിക്കാൻ പറയാം. ഓക്കെ. അല്ല, പ്രിയൻ എങ്ങോട്ടാ പോകുന്ന? ചേട്ടാ മാത്രല്ല, ഞങ്ങൾ എല്ലാരും കൂടി ചെറിയൊരു ടൂറിന് പോവാ. ചേട്ടനെ പഠിപ്പിച്ച ബാലമാഷിന്റെ നാട്ടിലേക്കാ ഞങ്ങൾ പോകുന്നത്. ആഹാ, അത് ശരി. നീ ആരോടാ ഈ സംസാരിക്കുന്നേ? കൈലാഷ് സാറിനോട്. നീ ഹലോ സർ. പ്രിയൻ ടൂറിന് പോകുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അത് പെട്ടെന്ന് തീരുമാനിച്ചാണ് സർ. അപ്പോ പാർവതിയോ? അവള് കത്രീന കൈഫായിട്ട് വരുന്നുണ്ട്. അത് നന്നായി. ഞാനും വരാം. ചാരുവിനെ ആകാശിനെ കണ്ടിട്ട് കുറെ നാളായി. സാറും വരുന്നുണ്ടോ? ആക്ച്വലി എന്റെ വരവില് മറ്റൊരു ഉദ്ദേശമുണ്ട്. പാർവതി ഗന്ധർവനെ മറക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും കാത്തു നിൽക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് എന്റെ മനസ്സിലുള്ളത് പാർവതിയോട് തുറന്ന് പറയണം. പാറു കുറെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തിരിക്കുകയല്ലേ സർ? ഇപ്പൊ തന്നെ വേണോ സർ? ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും. എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് സ്നേഹിക്കാൻ നിന്നാ നോക്കി നിൽക്കുള്ളൂ. പ്രിയൻ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഞാൻ ചാരുവിന്റെ നാട്ടിൽ വിസിറ്റിങ്ങിന് പോകുമ്പോ സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരു റിസോർട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും റൂം ബുക്ക് ചെയ്യാം. ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങളൊന്ന് സെറ്റിൽ ആകുമ്പോഴേക്കും ഞാൻ ഇങ്ങെത്തും. ഓക്കെ, ബൈ. സർ 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 കൈലാഷ് സാറിന് ടൂറിന് വരുന്നുണ്ടെന്ന്. നമ്മള് പോകുന്ന കാര്യം കൈലാഷ് സാർ എങ്ങനെ അറിഞ്ഞു? ദർശന ഫോൺ എടുത്തപ്പോ പറഞ്ഞു. കൈലാഷ് സാർ വെറുതെ വരുന്നതല്ല, നിന്നെ ഇഷ്ടമാണെന്ന് പറയാൻ വരിക. എല്ലാ പ്രശ്നങ്ങളൊന്നും മാറ്റിവെച്ച് മനസമാധാനത്തോടെ ഒന്ന് കറങ്ങാന്ന് കരുതിയപ്പോഴാ പിന്നെയും കുരുക്ക് വന്ന് വീഴുന്നത്. ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടുവാവോ? രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ സത്യവും തുറന്നു പറഞ്ഞാ മതി. പാറു, ഞാനായിട്ടൊന്നും പറയില്ല. പക്ഷെ എന്നോട് കൈലാഷ് സാർ ഇഷ്ടാണെന്ന് പറഞ്ഞാ ഞാൻ വേറെന്ത് ചെയ്യും? എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടാണെന്ന് നോണ പറയണോ? എനിക്കതിന് സാധിക്കില്ല. പാറു. പ്രിയ, നമുക്ക് ഇറങ്ങിയാലോ? വാ മോളെ. ഈശ്വരാ, കാത്തോളണേ. കൈലാഷ് സാറിന് എന്തായാലും സമ്മതിക്കണം. വെറും ഒരു തൊഴിലാളിയായ നിനക്ക് വേണ്ടി എന്തൊക്കെയാ അദ്ദേഹം ചെയ്യുന്നത്? എനിക്കും ഇതേപോലത്തെ ഒരു മുതലാളി കിട്ടിയാ മതിയായിരുന്നു. നമുക്കെന്നാ കറങ്ങാൻ പോയാലോ? നിങ്ങൾ പോയിട്ട് വാ. എനിക്ക് എന്തായാലും ഒന്ന് ഫ്രഷ് ആവണം. വണ്ടിയിൽ ഇത്രയും നേരം ഇരുന്നിട്ട് നടുവേദന എടുക്കുന്നു. വെറുതെ ഒരു ആവേശത്തിന് ടൂറ് പോണം തീരുമാനിച്ചതാ. പ്രായം നോക്കാതെ ഒന്നും പ്ലാൻ ചെയ്യരുതെന്ന് ഇപ്പൊ മനസ്സിലായി. ചൂട് പിടിച്ചായിരുന്നോ അമ്മേ? അതൊന്നും വേണ്ട മോളെ, കുറച്ച് റെസ്റ്റ് എടുത്താ ശരിയാവും. നിങ്ങൾ കറങ്ങിട്ട് വാ. എടി, നീ ആ റൂം ഒന്ന് കാണിച്ചതാ. ബാ. നീ ഇങ്ങനെ മിണ്ടാതിരിക്കില്ലേ പാറു? നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. കൈലാഷ് സാറിനോട് നുണ പറയാൻ ഞാൻ നിന്നോട് ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഞാൻ കൈകാര്യം ചെയ്തോളാം. പ്രിയൻചേട്ടൻ എങ്ങനെയാ ഇത്രയും ലാഘവത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന? എനിക്ക് ടെൻഷനില്ലെന്നാണോ നീ കരുതുന്നത്? കൈലാഷ് സാറ് സത്യം അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെപ്പറ്റി
നിന്നെക്കാൾ കൂടുതൽ എനിക്കറിയാം. ഇവിടെ വെച്ച് എന്തെങ്കിലും വഴക്കുണ്ടായാൽ അത് അമ്മയെ അറിയും. ഇത്രയും കാലം നമ്മൾ രണ്ടുപേരും കൂടി അമ്മയെ പറ്റിക്കായിരുന്നു എന്നറിഞ്ഞ പിന്നെ നിന്നെ അമ്മ മരുമകളായിട്ട് അംഗീകരിക്കോ? പ്രിയഞ്ചേട്ടൻ എന്നെ പേടിപ്പിക്കുകയാണോ? എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും കൈലാഷ് സാറ് മനസ്സിലുള്ളത് പറഞ്ഞാ ഞാൻ സത്യം പറയും. അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ ഞാൻ തയ്യാറാ. അപ്പൊ കൈലാഷ് സാറിന് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം? ആ പാവം മനുഷ്യൻ നമുക്ക് വേണ്ടിയും കമ്പനിയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയും എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തെ മാനസികമായിട്ട് തകർക്കാനാണോ നിന്റെ ഉദ്ദേശം? നീ എന്താ വിചാരിച്ച് ഞാൻ എന്റെ ജോലി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൈലാഷ് സാറിനോട് സത്യം പറയാത്തതെന്നാണോ? എനിക്കതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ കൈലാഷ് സാറ് എന്നെ ഒരു തൊഴിലാളിയായിട്ടല്ല കാണുന്നത്, നല്ലൊരു കൂട്ടുകാരനായിട്ടാ. അദ്ദേഹത്തെ വഞ്ചിച്ച് തകർച്ചയിലേക്ക് തള്ളിവിട്ട ഒരു ദ്രോഹിയാവാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പ്രിയഞ്ചേട്ടന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതല്ല. പക്ഷെ ഇങ്ങനെ സത്യം മറിച്ചാലാ കൈലാഷ് സാറിന് മുന്നിൽ പ്രിയഞ്ചേട്ടൻ ഒരു ദ്രോഹിയാവാൻ പോകുന്നത്.